നമസ്കാരം. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ടെസ്റ്റിന് ക്രാഷ് കോഴ്സ് എൻട്രി ആപ്പിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. യൂസേഴ്സിനെ നിന്നൊക്കെ നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്നത്. ഫീഡ്ബാക്കിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നൊരു റിക്വസ്റ്റ് ആണ് വിഒക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. വിഒ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസിന് വേണ്ടിയുള്ള ക്രാഷ് കോഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. സോ അപ്പോൾ യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ ക്രാഷ് കോഴ്സ് പോലെ തന്നെ നമ്മൾ വിഒക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ ആ ക്രാഷ് കോഴ്സ് എന്താണ്, വിഒയുടെ സിലബസ് എന്താണ് എന്നൊക്കെ പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ അത് നമുക്ക് വിഒയുടെ സിലബസ് എന്താണെന്ന് നോക്കാം. വിഒ പറഞ്ഞ ഒരു 10th ലെവൽ ക്വാളിഫിക്കേഷനിൽ നടക്കുന്ന എക്സാമിനേഷനാണ്. നമ്മൾ ഈ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. 10 ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ നമുക്കുണ്ട്. അതിൽ നിന്ന് പഠിച്ചാൽ മതി. വിഒ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കര കൃത്യമായിട്ട് നിർവചിക്കപ്പെടുന്ന ഒരു സിലബസുകളില്ല. വളരെ വാസ്റ്റ് ആണ് വിഒയുടെ സിലബസ് എന്ന് പറയുന്നത്. ബേസിക്കലി നമുക്ക് വിഒയുടെ സിലബസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ജനറൽ ഇംഗ്ലീഷാണ്. ജനറൽ ഇംഗ്ലീഷ് ഉണ്ടാവും, മലയാളം ഉണ്ടാവും, പിന്നെ നമുക്ക് ചോദിക്കാം മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഉണ്ടാവും. അതായത് ഗണിതവും മാനസിക ശേഷിയും വരുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. അതിനുശേഷം ജനറൽ നോളജ്, പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ടാവും. ഇത്രയാണ് വിഒയുടെ ജനറൽ ആയിട്ടുള്ള ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. വിഒയുടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ജനറൽ ഇംഗ്ലീഷിൽ പൊതുവായിട്ട് ബേസിക്കലി ചോദിക്കാറുള്ളത് നമ്മളെടുത്ത് വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവും. സിനോണിംസ്, ആന്റണിംസ് എന്താണ്, അങ്ങനെയുള്ള വൊക്കാബുലറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ ട്രാൻസ്ലേഷൻസ് ഉണ്ടാവും. മലയാളത്തിലുള്ളതിനെ ഒരു പഴഞ്ചൊല്ലിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാനോ ഇംഗ്ലീഷിലുള്ളതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ ട്രാൻസ്ലേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെയാണ് ഇംഗ്ലീഷിൽ മോസ്റ്റ്ലി കാണാറുള്ളത്. പിന്നെയുള്ള സബ്ജക്റ്റാണ് മലയാളം. മലയാളത്തിന് സബ്ജക്ട് സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ലെവൽ സിലബസും വിഒയുടെ സിലബസും തമ്മിൽ വലിയ വ്യത്യാസമില്ല. മലയാളത്തിൻ്റെ കേസിൽ മോറല്ലേ സെയിം ആണ്. സാഹിത്യം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരാറുണ്ട്. സന്ധി, സമാസം, അതുപോലുള്ള മലയാളം വ്യാകരണം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരാറുണ്ട്. അത് ഏകദേശം സെയിം ആണ്. അപ്പോൾ മലയാളം വ്യാകരണവും മലയാള സാഹിത്യവും ഒക്കെ നമ്മൾ ആ കൂട്ടത്തിൽ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അടുത്ത സബ്ജക്റ്റാണ് ഗണിതവും മാനസിക ശേഷിയും. ഗണിതവും മാനസിക ശേഷിയും എന്ന് പറയുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഈ ടൈം ആൻഡ് വർക്ക്, പ്രോബ്ലംസ് ഓൺ ട്രെയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ, പ്രോബ്ലംസ് ഓൺ ഏജസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ഗണിതത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. അതിൽ തന്നെ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടി വളരെ കുറവായിരിക്കും. നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ അത്രയൊന്നും ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും. ബേസിക് ഫോർമുലാസും ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. മാനസിക ശേഷിയിൽ റീസണിങ്ങിലും അതുപോലെ തന്നെ നമ്പർ സീരീസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കോഡിംഗ്, ഡീകോഡിംഗ് ഒക്കെ ഉണ്ടാവും. അതും വളരെ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ തന്നെയായിരിക്കും ഇതിലുണ്ടാവും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറയുന്നത് പൊതുവിജ്ഞാനമാണ്. പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്, എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാമെന്നുള്ള ഒരു തരത്തിലേക്കാണ്. പക്ഷേ എന്നാലും സിലബസ് നമ്മൾ ഒന്നും കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിഗ്രി ലെവൽ സിലബസിൽ നമ്മൾ പഠിക്കുമ്പോൾ പറയും ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള ഒക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അതിലൊക്കെ ബേസിക്കലി നമ്മൾ പഠിക്കാറുള്ള എന്താ, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാറുണ്ട്, കേരള ഹിസ്റ്ററി പഠിക്കാറുണ്ട്, കേരള ജോഗ്രഫി പഠിക്കാറുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാറുണ്ട്, ബേസിക് എക്കണോമിക്സ് പഠിക്കാറുണ്ട്, കറണ്ട് അഫയേഴ്സ് പഠിക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് പൊതുവിജ്ഞാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിജ്ഞാനത്തിൽ നമ്മൾ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയിൽ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമുകളാണെങ്കിൽ 1857 മുതലുള്ള അല്ലെങ്കിൽ മോഡേൺ ഹിസ്റ്ററി മുതലുള്ള മോഡേൺ ഹിസ്റ്ററി മാത്രം മതി. മിഡീവൽ ഹിസ്റ്ററിയോ ഏൻഷ്യന്റ് ഹിസ്റ്ററിയോ നമുക്ക് ആവശ്യമില്ല. പക്ഷേ വിഒയുടെ സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ പഴയ പുരാതനകാല ചരിത്രം മുതൽ മധ്യകാല ചരിത്രം, പുരാതന ചരിത്രം, മധ്യകാല ചരിത്രം, ആധുനിക ചരിത്രം, ഇതിൽ നിന്നൊക്കെ ചോദിക്കാം. കേരളത്തിൻ്റെയും ഇന്ത്യയാണ്. അപ്പോൾ ചരിത്രമൊക്കെ വളരെ വാസ്റ്റാണ്. വിഒ സിലബസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 10th ലെവൽ എക്സാംസിൻ്റെ സിലബസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സോ ബേസിക്കലി ഇതൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കാറുള്ള. ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, എക്കണോമിക്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും. ബേസിക് കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കും. ഇതൊക്കെ കുറച്ചുകൂടെ വാസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ബ്രെഡ്ത്ത് കൂടുതലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. പിന്നെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളൊക്കെ മലയാളത്തിലും ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് വിഒയുടെ സിലബസിനെ പറ്റി ഒരു ഔട്ട്ലൈൻ പോലെ, വളരെ ബ്രീഫായിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബാക്കിയുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വിഒയുടെ എക്സാം എന്ന് പറയുന്നത് കുറച്ചും കൂടെ വാസ്റ്റ് ആണ്. സിലബസ് കുറച്ചും കൂടെ വാസ്റ്റ് ആണ്. എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം എന്നുള്ളതാണ്. സോ സിലബസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് വായിച്ച് തുടങ്ങുകയാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ഈ എന്താ പറയുക വായിച്ച് തീർത്ത് ഇവിടം വരെ എത്തി പഠിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് തന്നെയായിരിക്കും. സോ വാട്ട് വി ഡു ഇസ് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതിലൂടെ പഠിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും വിഒ എക്സാമിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്നുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് മെയിൻലി ഉദ്ദേശിക്കുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മോഡൽ എക്സാംസ് മാക്സിമം സോൾവ് ചെയ്യുന്നതിലൂടെ വിഒയുടെ സിലബസ് ഫുൾ കവർ ചെയ്യുക എന്നുള്ളതാണ് വിഒ എക്സാം സിലബസിൻ്റെ വിഒ ക്രാഷ് കോഴ്സിൻ്റെ സ്ട്രാറ്റജി ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ അതിന് വിഒ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമായിരിക്കും സോൾവ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ 2014 ഒരു വിഒ എക്സാം നടന്നിട്ടുള്ളത്. 2014 മുതൽ ഇങ്ങോട്ടുള്ള വിഒ എക്സാംസ് മാത്രമല്ല എല്ലാ 10th ലെവൽ എക്സാംസും, LDC എക്സാംസ്, LGS എക്സാംസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ഡെയിലി അവൈലബിൾ ആയിരിക്കും.
സോ ഡെയിലി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് വീഡിയോ ഉണ്ടാവും. ഏതെങ്കിലും പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെയോ ഒന്നോ അതിലധികമോ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ ആ സെയിം സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള പ്രാക്ടീസ് ചെയ്തിട്ട് സൊല്യൂഷൻസ് നിങ്ങൾ കാണുന്നതോടുകൂടിയാണ് സിലബസ് നമുക്ക് എത്രയും പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ക്വിസും കൂടി ഉണ്ടാവും. സോ ഇത്തരത്തിലായിരിക്കും നമ്മൾ വിയോയുടെ ക്രാഷ് കോഴ്സുമായിട്ട് മുന്നോട്ട് പോകുക. സോ അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രാഷ് കോഴ്സ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് വരാൻ പോകുന്ന വിയോ എക്സാമിൽ ഒരു ഉന്നതമായ വിജയം കരസ്ഥമാക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.